NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. കേരള പോലീസിൽ ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ തസ്തികയിലേക്ക് നിയമനം നടക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നത്. മിനിമം +2 യോഗ്യതയുള്ളവർക്ക് കേരള പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ അപേക്ഷിക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്ത് സഹായിക്കുക. കാറ്റഗറി നമ്പർ 740/2024. വകുപ്പ് കേരള പോലീസ്. ഔദ്യോഗിക പേര് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. ശമ്പളം 31,100 രൂപ മുതൽ 66,800 രൂപ വരെ. ഒഴിവുകൾ ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം SAP ക്യാമ്പ്, പത്തനംതിട്ട KAP, ഇടുക്കി KAP, എറണാകുളം KAP, തൃശൂർ KAP, മലപ്പുറം MSP, കാസർഗോഡ് KAP. പ്രതീക്ഷിത ഒഴിവുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒഴിവുകളുടെ ഒരു ലിസ്റ്റ് കൃത്യമായി വന്നിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. നിയമന രീതി: നേരിട്ടുള്ള നിയമനം, ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ. പ്രായപരിധി 18-നും 26-നും ഇടയിൽ, 18 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ 2/1/1998-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പ്രായപരിധിയിലെ ഇളവുകളെ കുറിച്ച് പറയാം. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 29 വയസ്സായും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 31 വയസ്സായും, വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് 41 വയസ്സായും നിജപ്പെടുത്തിയിരിക്കുന്നു. ഇനി ശാരീരിക യോഗ്യതയെ കുറിച്ച് പറയാം. ഉയരം കുറഞ്ഞത് 168 സെന്റിമീറ്റർ, നെഞ്ചളവ് കുറഞ്ഞത് 81 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 160 സെന്റിമീറ്റർ ഉയരവും 76 സെന്റിമീറ്റർ നെഞ്ചളവും ഉണ്ടായിരുന്നാൽ മതിയാകും. എന്നാൽ നെഞ്ചളവിന്റെ വികാസം 5 സെന്റിമീറ്റർ എന്നുള്ളത് ഇവർക്കും ബാധകമാണ്. ഇനി കാഴ്ചശക്തിയെക്കുറിച്ച് പറയാം. താഴെ പറയുന്ന തരത്തിൽ കണ്ണട വെക്കാതെയുള്ള കാഴ്ചശക്തിയുള്ളതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ദൂരക്കാഴ്ച: വലത് കണ്ണ് 6/6 സ്നെല്ലൻ, ഇടത് കണ്ണും 6/6 സ്നെല്ലൻ തന്നെ. അതുപോലെ സമീപ കാഴ്ച 0.5 സ്നെല്ലൻ, ഇടത് കണ്ണ് 0.5 സ്നെല്ലൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഓരോ കണ്ണിനും പൂർണ്ണ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്ധത, സ്കിൻഡ് അല്ലെങ്കിൽ കണ്ണിൻ്റെ കൺപോളയുടെയോ മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കുന്നതാണ്. മുട്ടുതട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, കോമ്പല്ല് അതായത് മുൻപല്ലിൻ്റെ കോമ്പല്ല്, ഉന്തിയ പല്ലുകൾ, കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ അയോഗ്യതയായി കണക്കാക്കുന്നതായിരിക്കും. നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ 1 സ്റ്റാർ നിലവാരമുള്ള 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. പങ്കെടുക്കേണ്ട ഇനങ്ങളെക്കുറിച്ച് നോക്കാം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടണം. ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ ചാടണം. ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ ലോങ് ജമ്പ് ചാടണം. ഷോർട്ട് പുട്ട് 7264 ഗ്രാം ഷോർട്ട് പുട്ട് 609.60 സെന്റിമീറ്റർ എറിയണം. ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ 6096 സെന്റിമീറ്റർ ദൂരത്തേക്ക് എറിയണം. റോപ്പ് ക്ലൈംബിംഗ് കൈകൊണ്ടുകൊണ്ട് മാത്രം ഉപയോഗിച്ച് 365.80 സെന്റിമീറ്റർ. പുള്ളപ്പൻ അഥവാ ചിന്നിങ് 8 തവണ. അതുപോലെ 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് 1500 മീറ്റർ ഓട്ടം പൂർത്തിയാക്കണം. കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നോടിയായി ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ പരിശോധിക്കുന്നതാണ്. നിശ്ചയ അളവുകളില്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണ് ടെസ്റ്റ് ചെയ്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതിൻ്റെ ഫോമാണിത്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വേണം ലോഗിൻ ചെയ്യാൻ ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് അപ്ലൈ നൗ എന്ന് മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്.
പുതിയ പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും മാറ്റമില്ല. അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല. ഇത്രയുമാണ് ഈ ഒഴിവിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.